ഉല്ലാസ് ബാബു ഇപ്പോൾ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിന് പോലും മുനമ്പത്തെ ജനതയുടെ ആശങ്ക പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു പാർട്ടിക്കും ഇത് സാധിക്കുന്നില്ല. LDFിന്റെ ഭരണകാലത്ത് അവർ എന്ത് ചെയ്തോ അത് തന്നെ ഇപ്പോൾ UDF ഭരണകാലത്തും ആവർത്തിക്കുകയാണ്. നിയമവഴിയിലേക്ക് തന്നെ ഇത് നീങ്ങുകയാണ്. മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു നിയമവഴിയിലേക്ക് പോവുകയാണ് എന്ന്. അതിന് അദ്ദേഹം പറയുന്ന കാരണം ഈ ഉമീദ് പോർട്ടലിൽ ഈ ഭൂമിയുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തു എന്നതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യം. അതൊരു പിടിവള്ളിയായിട്ട് മാത്രം മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും നിയമവഴിയിലേക്ക് തന്നെയാണ്. BJPക്കാകട്ടെ സാധിക്കുന്നില്ല. കേന്ദ്ര സർക്കാർ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടും അതിൻ്റെ റൂൾസ് ഇതുവരെ ആയിട്ടുമില്ല. ശരി, ശ്രീ ഉല്ലാസ് ബാബു. അല്ല മഞ്ജുഷേ, BJP മാത്രമല്ല ഇത് തുടക്കം മുതലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ ജനങ്ങളുടെ റൈറ്റിന് വേണ്ടിയിട്ട് സംസാരിച്ചതും അതാണ് ശരിയെന്നും വഖഫ് ബോർഡ് പറയുന്നതല്ല ശരിയെന്നും അവർക്ക് അവകാശമില്ലാത്ത ഭൂമിയാണത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള BJP തന്നെയാണ്. മറ്റേ രണ്ട് പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വഖഫ് ബോർഡ് ഭൂമി അനാവശ്യമായിട്ട് ഏറ്റെടുക്കുന്നതിനെ തടഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ, ആ ഒരു കൺസോളിഡേറ്റഡ് വോട്ട് അവർക്ക് കിട്ടില്ലയോ എന്ന് പേടിച്ചിട്ട് അവർ അങ്ങോട്ടും കളിച്ച് ഇങ്ങോട്ടും കളിച്ച് രണ്ട് പഞ്ചയിലും കാല് വെച്ച് നടക്കില്ലായിരുന്നു സതീശനും കൂട്ടരും പിണറായിയും കൂട്ടരും. ഒരു സംശയമല്ലോ. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് ഞാൻ അങ്ങോട്ട് കലയ്ക്ക് കളയും എന്ന് പറഞ്ഞിരുന്ന സതീശൻ, ബഹുമാനായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി, ഞങ്ങൾ ചോദിക്കട്ടെ മഞ്ജുഷേ, അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടായിരുന്നു മുനമ്പം ജനതയോട് VD സതീശൻ ഈ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ ആസ് എ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തിൽ നിൽക്കുമ്പോഴുള്ള വഖഫ് ബോർഡ് ആയിരുന്നില്ലല്ലോ ഇത്. അത് കൊല തീരുമാനം എടുത്തപ്പോൾ ഈ വഖഫ് ബോർഡ് അതൊരു വലിയ വിഷയമാണ്. അവരങ്ങോട്ട് പിരിച്ചുവിടാനായിട്ട് എന്താ തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നേ? അപ്പൊ പിന്നെ ഉല്ലാസ് ബാബു അങ്ങനെ പിരിച്ചുവിടാൻ കഴിയില്ലല്ലോ. സസ്പെൻഡ് ചെയ്യാം മാക്സിമം 6 months. മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം മറ്റൊരു കാര്യം. ആ സസ്പെൻഡ് ചെയ്യാലോ. ഇതിപ്പോൾ ഒരു ഉമീദ് പോർട്ടലിൽ ഒരു ഭൂമി അപ്ലോഡ് ചെയ്തു എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അല്ല, അത് മെയ് 18-നകം അങ്ങനെ അപ്ലോഡ് ചെയ്യണമായിരുന്നു. വഖഫ് ബോർഡിന്റെ കൈവശം ഏതെല്ലാം ഭൂമികളുണ്ടോ വഖഫായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണമായിരുന്നു. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഡയറക്ഷൻ, കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ഷനാണ്. മെയ് 18 വരെയായിരുന്നു അതിനുള്ള സമയം. പിന്നീട് നീട്ടിക്കൊടുത്തു അത്. അല്ല മഞ്ജുഷ, ഞാനൊരു കാര്യം പറയട്ടെ. മഞ്ജുഷ, ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. മഞ്ജുഷ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഈ കാര്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാതെയും അപ്ലോഡ് ചെയ്യാതെയും ചെയ്യിക്കാനുള്ള പണി രാഷ്ട്രീയക്കാരനായിട്ടുള്ള സതീശൻ, VD സതീശൻ, ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി, ഞാനും നിങ്ങളും പഠിപ്പിക്കേണ്ട. അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് നടത്തക്കണ്ട എന്ന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാം, ഒരു സംശയവുമില്ല. സ്റ്റാലിൻ ദേവൻ അങ്ങേക്കും അത് കൃത്യമായിട്ട് മനസ്സിലാക്കും. രണ്ടാമത്തെ ഒരു കാര്യം മഞ്ജുഷ ചർച്ച ചെയ്യും. ഞാൻ എന്റെ വഴിക്ക് ഒന്നെങ്കിൽ അത് പറയാൻ അനുവദിക്കും. പറഞ്ഞോളൂ. ശരി, സംസാരിക്കാൻ അനുവദിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് മഞ്ജുഷ ഇടപെട്ടിരുന്നില്ലല്ലോ. താങ്കൾ പറയൂ. അല്ല മഞ്ജുഷ ആർക്കാച്ച മൈക്ക് കൊടുത്തോ? ഒന്നെങ്കിൽ ആ കാര്യം പറയാൻ സമയം. ഒരു കാര്യം മഞ്ജുഷ, ഒരു സാമാന്യ മര്യാദ, ഒരാൾ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ പുട്ടിന് പീരീഡിന് അത് കിടി നടിച്ച് സംസാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് പറയണമെന്നുണ്ടെങ്കിൽ പറയണത് അനുവദിക്കേ. ആളുകളെ കളിയാക്കുന്ന ഏർപ്പാട്. രണ്ടാമത്തെ കാര്യം, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം എന്ന് വാചോടാവ് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നോ ഇതിൻ്റെ പുറകിൽ ഇന്ന ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്? അപ്പോൾ ജനങ്ങളെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്തത് ഈ പൊതുസമൂഹത്തിനോട് കൃത്യമായിട്ടുള്ള പറ്റിക്കലാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾ വിളിച്ചു പറയില്ലേ? അത് വിളിച്ചു പറയുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മഞ്ജുഷ് ബഹുമാനപ്പെട്ട റിട്ടയേർഡ് അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റാലിൻ ദേവൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇത് UP യോഗി ആദിത്യനാഥ് ഇവർ അനാവശ്യമായിട്ട് ഈ കയറ്റിയിട്ട സാധനങ്ങളെ കലക്കി കളഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ അത് റദ്ദ് ചെയ്തല്ലോ, അതുപോലെ ഇവിടെയും ചെയ്യൂലേ? ചെയ്യും മഞ്ജുഷ, അത് ആവശ്യം വരികയാണെങ്കിൽ അത് ചെയ്യേണ്ടി വരും. കാരണം ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ കാര്യം ഞങ്ങൾക്ക് ഒട്ടും ചെയ്തിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് അവിടെ ജയിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് വിഷയം രാഷ്ട്രീയമല്ല, ഇത് ജനകീയമായിട്ടൊരു വിഷയമാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ ഇവരോട് ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് തിരിച്ചവർ വോട്ടും തന്നിട്ടില്ല. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിലാണ് ഞങ്ങൾ സ്റ്റാൻഡ് എടുക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി ഇതിൻ്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയം, അത് ബഹുമാനായിട്ടുള്ള സ്റ്റാലിൻ ദേവദാസ് അങ്ങ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. എൻ്റെ തൊട്ടപ്പുറത്ത് മുജീബ് റഹ്മാൻ ആ സൂത്രം അറിയുണ്ടാവും. എന്താണെന്നറിയാമോ? ഇതിനകത്തൊരു വ്യക്തമായിട്ടൊരു പൊളിറ്റിക്സ് ഉണ്ട്.
അത് മുസ്ലിം ലീഗും ജമാഅത്തയും മുഖ്യമന്ത്രി സതീശനും അടക്കമെന്നുള്ള ഡീലാ. ആ ഡീൽ എന്താണെന്നറിയോ? 400 ചില്ലറ ഏക്കറാണ് ഇവരുടെ ക്ലെയിം. അങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടന്ന് തിരിയുന്നുണ്ട്. അത് ഭാവിയിൽ നോക്കിക്കോ, നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സാധനം അത്. ഇത് ഇവിടെ 120ഓളം ഉള്ളൂ, ബാക്കി മുഴുവൻ കടലെടുത്ത് പോയി. അപ്പം ഇവരിപ്പോൾ ഈ അഭ്യാസം കളിച്ച് ഇത് ഒരു നിയമത്തിൻ്റെ നൂലാക്കുടുക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? മീഡിയേഷൻ ഉണ്ടാക്കും, ഇവർ ചർച്ച ചെയ്യും. അങ്ങനെ സംഘടനകളുമായിട്ട് യുദ്ധം വെട്ടാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ട് സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ട് കാസർഗോഡോ മറ്റ് സ്ഥലങ്ങളിലോ സർക്കാരിൻ്റെ ഒരു 100-400 ഏക്കർ സ്ഥലം ഇവർ അങ്ങോട്ട് എഴുതിയെടുക്കാനുള്ള സൂത്രക്കെട്ടിലേക്കാണ് അടുത്ത വണ്ടി പോകുന്നത്. ആ രാഷ്ട്രീയം കൂടി മഞ്ജുഷ മനസ്സിലാക്കിക്കോ. ഇതിൻ്റെ പിന്നിൽ അങ്ങനെ വലിയൊരു തട്ടിപ്പിൻ്റെ ഗൂഢാലോചനയുണ്ട്. ഈ തട്ടിപ്പുകളാണ് കൃത്യമായി നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഈ തട്ടിപ്പിനെ കൃത്യമായിട്ട് നമ്മൾ ചോദ്യം ചെയ്യണം. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കണം എന്ന് ജനങ്ങളോട് വാചോടാപം നടത്തി ജനങ്ങളുടെ മുമ്പിലൊക്കെ വലിയ വാക്ചാതുര്യം കൊണ്ട് പറയുന്ന സമയത്ത് ഇത് നിയമക്കുരുക്കിലേക്ക് ഇടണമെന്ന ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും കൃത്യമായിട്ടുള്ള മതന്യൂനപക്ഷ വിഭാഗത്തെ സംരക്ഷിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ചില വ്യക്തികളുടെ താല്പര്യങ്ങളെ ഉല്ലാസ് ബാബു, താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ലീഗിനെ പിണക്കിക്കൊണ്ട് കോൺഗ്രസിനും ബി ഡി സതീശനും പോകാൻ പറ്റുകയില്ല ഈ ഘട്ടത്തിൽ. അത് ശരിയാണ്, ലീഗിനെ പിണക്കിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നത് ശരിയാണ്. പക്ഷെ ഇവിടെ ബി ഡി സതീശൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപാണ് 18-ാം തീയതിയാണ് മെയ് 18-ാം തീയതിയാണ് ഈ പോർട്ടലിലേക്ക് അപ്ലോഡിംഗ് നടന്നിരിക്കുന്നത്. അതായത് സർക്കാർ അന്ന് അധികാരത്തിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിയമക്കുരുക്കിലേക്ക് ഇടണമെന്ന് അല്ല, ശരിക്കും പറഞ്ഞാൽ പിടിവള്ളിയായി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ UDF സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ അതിനകത്തുള്ളൂ. ഇത് നിയമക്കുരുക്കിലേക്ക് പോകണം. ഇത് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അദ്ദേഹത്തെ നിയമക്കുരുക്കിലേക്ക് കൊണ്ടെത്തിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അവർ മുസ്ലിം ലീഗിന്റെയോ മുസ്ലിം മറ്റ് സംഘടനകളെയോ വഖഫിന്റെയോ കാര്യങ്ങളിലാണ് ആത്മാർത്ഥത കാണിക്കുക. അല്ലാണ്ട് മുനമ്പത്തെ ആ കുടുംബക്കാരോട് ഒരു ആത്മാർത്ഥത ഇവർ കാണിക്കില്ല. അങ്ങനെ ആത്മാർത്ഥത കാണിച്ചിരുന്നുവെങ്കിൽ ഈ ബില്ല് വരുന്ന സമയത്ത് ആ ബില്ലിന് ഇവര് കൈവക്കില്ലായിരുന്നോ? എന്താ ഇവര് ചെയ്യാഞ്ഞേ? പക്ഷേ ബില്ല് വന്നിട്ട് ഗുണമുണ്ടായില്ലല്ലോ. ഇവര് മതന്യൂനപക്ഷങ്ങളുടെ ബില്ല് വന്നിട്ടും ബില്ല് നിയമമായിട്ടും ഗുണമുണ്ടായില്ല. സുപ്രീം കോടതി അംഗീകരിച്ചിട്ടും ഗുണമുണ്ടായിട്ടില്ല. ഒരു കുഴപ്പമില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡാണ്. ബില്ല് നിയമമായി സുപ്രീം കോടതി ആ വ്യവസ്ഥകൾ അംഗീകരിച്ചിട്ടും ഗുണമുണ്ടായില്ല. കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതിൽ വരുത്തും. അത് ചട്ടം വരും. അത് മഞ്ജുഷെ, അതിന് വേണ്ടുന്ന റൂൾസ് കൃത്യമായി വരും. ആ സമയത്ത് കൃത്യമായി വരും ചെയ്യും. ഒരു കാര്യം മഞ്ജുഷ എഴുതി വെച്ചോ, BJP കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളിടത്തോളം കാലം മുനമ്പത്തെ ഒരു കുടുംബത്തിനെയും ഒരു ഉമീദ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ ഇറക്കി വിടാൻ പറ്റില്ല. മഞ്ജുഷ അടിവരിട്ട് എഴുതി വെച്ചു. അത് ഇറക്കി വിടാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്. LDF സർക്കാർ, പിണറായി വിജയൻ പറഞ്ഞതും ഇത് തന്നെയാണ്, ഇറക്കി വിടില്ല. ഇപ്പോൾ VD സതീശൻ പറയുന്നു ഇറക്കി വിടില്ല, BJPയും പറയുന്നു ഇറക്കി വിടില്ല. ഇറക്കി വിടില്ല എന്നുള്ള ഉറപ്പല്ല വേണ്ടത്, റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടുക എന്നുള്ള കാര്യമാണ്. അവർക്ക് അവിടെ താമസിക്കുക മാത്രമല്ല, അവർക്ക് അവരുടെ റവന്യൂ അവകാശം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഭൂമിയിന്മേലുള്ള അവകാശം സ്ഥാപിച്ച് കിട്ടുകയുള്ളൂ. അത് കൊടുത്തവർക്കും അതിൽ വിരോധമില്ല, അത് ഇപ്പൊ താമസിക്കുന്നവർക്കും പരാതിയില്ല. ഇവർ ഈ മൂന്നാം കക്ഷിയല്ലേ വന്നിട്ട് ഞങ്ങളുടെയാണെന്ന് പറയപ്പെടുന്ന അഭ്യാസം നടത്തുന്നത്. ഇവരുടെ തട്ടിപ്പ് നിങ്ങൾ മനസ്സിലാക്കിക്കോ. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ഈ ബോർഡ് ഈ നടത്തുന്ന ഈ വേലകൾ ചെറുതൊന്നുമല്ല. അതിനെ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രീയം മാറ്റിവെച്ച് മതം മാറ്റിവെച്ചിട്ട് അതിന്റെ പുറകിലുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഞെട്ടിപ്പോകുന്നത്. അത് നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ ചർച്ച ചെയ്യാനുള്ള സാധനമുണ്ട്. അത് നിങ്ങൾ ചെറിയ വിഷയമായിട്ട് കാണേണ്ടതിനെ. അപ്പോൾ അത് കൃത്യമായി മാർക്ക് ചെയ്ത് കൃത്യമായി പരിഹരിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ എന്താ വെച്ചാൽ ഇവർ ഈ വോട്ടിന് വേണ്ടിയിട്ട് ഇവരെ കടക്കെ പോയി ഇരുന്നിട്ട് ഈ അഭ്യാസം കളിച്ചിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുകയല്ലേ. അവിടെ കയറിക്കെടുക്കുന്നവൻ്റെ വീട് പോയാലും കുടുംബം പോയാലും അവൻ്റെ ജപ്തി ചെയ്യേണ്ടി വന്നാലും അവന് നാളെ കല്യാണം കഴിക്കാൻ 1 ഉറുപ്പിക ലോൺ എടുക്കാൻ പോകാൻ സാധിച്ചില്ല എങ്കിലൊന്നും ഇവർക്ക് ദോഷമൊന്നുമില്ലല്ലോ. പരക്ക് ഇങ്ങനെ മൈക്കിന്റെ മുമ്പിൽ ഇങ്ങനെ കലക്കെന്നും പറഞ്ഞ് 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് വർത്തമാനം പറഞ്ഞാൽ പോരെ? അതൊന്നുമല്ല. ഇത് അവരോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ ഇതിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെടണം. ആ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ സംരക്ഷിക്കാൻ പറ്റും. ആ സംരക്ഷിക്കുന്നിടത്താണ് ഈ മുനമ്പത്തെ ജനങ്ങൾ പ്രതിസന്ധിയിലാകില്ല എന്ന് BJP പറഞ്ഞു. ശരി, എല്ലാവരും ഈ വാചാടോപം മാത്രമേ ഇക്കാര്യത്തിൽ ഉള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.